മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ രാഗേഷ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലം തന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഭവസമ്പന്നമായ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്യുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പാഠപുസ്തകമാണെന്നും സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്നും കെ രാഗേഷ് തുറന്നു പറയുകയും ചെയ്തു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കെ രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയുകയായിരുന്നു. കെ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: CM ഓഫീസിലെ ഔദ്യോഗിക ചുമതല വെടിഞ്ഞ് കണ്ണൂരിലേക്ക് വരുന്ന സമയം സഹപ്രവർത്തകർ പങ്കുവച്ച ചില അഭിപ്രായങ്ങളെല്ലാം വളരെയധികം വിവാദമാക്കിയല്ലോ. ഹാസ്യമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ 4 വർഷത്തെ ആ ഓഫീസിലെ പ്രവർത്തനത്തെ പറ്റി കുറച്ചധികം തന്നെ പറയാനുമുണ്ട്. നേരവും കാലവും ഒന്നും നോക്കാതെ തന്നെ ഊണും ഉറക്കവുമെല്ലാം കളഞ്ഞുകൊണ്ട് ഒരു നാടിന്റെ ഹൃദയസ്പന്ദിക്കുന്ന ഒരു ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും സഫലമായ ഒന്നായിട്ടാണ് കൂടുതലും കരുതപ്പെടുന്നത്. 1970 ഒക്ടോബറിൽ പിണറായി വിജയൻ നിയമസഭാ അംഗമായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആയ വിജയേട്ടന് അന്ന് 26 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് 1977 അതുപോലെ 1991, 96, 2016 എല്ലാം MLA ആയി. 1996 EK നയനാർ മന്ത്രിസഭയിൽ വിശ്വശക്തി സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്നു. ജീവിതപാതയിലുടനീളം എണ്ണമറ്റ പോരാട്ടങ്ങളാണ് പ്രധാനമായിട്ടും നടത്തിയത്. ത്യാഗപൂർണമാണ് യഥാർത്ഥത്തിൽ ആ ജീവിതവും. സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യനായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കുറച്ചുകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും അനുഭവസമ്പന്നമായ ഒരു കാലഘട്ടമായി തന്നെയാണ് ഞാൻ കൂടുതലും കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓഫീസ് പ്രവർത്തനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലും മുഖ്യമന്ത്രി എന്നത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും മാത്രമല്ല, നേരെ മറിച്ച് എല്ലാവരുടേതുമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നു എന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി.